ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ, അതായത് നമ്മുടെ DRDO ഒരു വലിയ വെളിപ്പെടുത്തൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നു. അതായത് ലോകം ഇന്ന് വരെ കാണാത്ത തരത്തിലുള്ള കരുത്തുറ്റ ഏറ്റവും പവർഫുള്ളായ ഒരു വ്യോമ പ്രതിരോധ സംവിധാനം നമ്മൾ വികസിപ്പിച്ചു. അത് ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ അമേരിക്ക നിർമ്മിച്ച അയൺ ഡോമിനേക്കാളും റഷ്യയുടെ ഏറ്റവും അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനമായ S-500-നേക്കാളും മികച്ച ഒരു വ്യോമ പ്രതിരോധ സംവിധാനം നമ്മൾ രൂപകൽപ്പന ചെയ്തു കഴിഞ്ഞു. അത് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങി. ഇതിൻ്റെ പേര് പ്രൊജക്റ്റ് കുശ എന്നാണ്. അപ്പോൾ പ്രൊജക്റ്റ് കുശയ്ക്ക് ഇത്രയും അത്യന്താധുനികമായ സംവിധാനങ്ങളും മികവും നേട്ടവും ഒക്കെ ഉണ്ടെന്ന് DRDOയുടെ തലവൻ തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. അപ്പോൾ നേരത്തെ തന്നെ ഈ പുരാണത്തിലെ കുശ, ലവ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട റിസർച്ചിൻ്റെ ഗവേഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് ഏതാണ്ട് 150, 250, 350 കിലോമീറ്റർ വരെയുള്ള ദൂരത്ത് നിന്നുള്ള ആക്രമണങ്ങളെയൊക്കെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയും. അതായത് ഇൻ്റർകോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ പോലെയുള്ള ദീർഘദൂര മിസൈൽ സംവിധാനങ്ങൾ, അതുപോലെ തന്നെ വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ, ഇവയൊക്കെ വന്നാൽ പ്രതിരോധിക്കാൻ കഴിയുന്ന ഏറ്റവും മോഡേൺ ആയിട്ടുള്ള വ്യോമ പ്രതിരോധ സംവിധാനം. അപ്പം ഇന്ത്യൻ വ്യോമ പ്രതിരോധ രംഗത്തെ ഒരു ഗെയിം ചേഞ്ചർ എന്നാണ് ഈ കുശയെ അറിയപ്പെടുന്നത്. അപ്പോൾ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും മാത്രമേ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നിർമ്മിക്കാൻ സാധിക്കൂ എന്നാണ് ഇതുവരെ ലോകം കരുതിയത്. അവർക്കൊക്കെ കൃത്യമായ ഒരു മറുപടി നൽകുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിലൂടെ ഇന്ത്യയുടെ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആയുധങ്ങളുടെ ഒരു വലിയ പ്രദർശനം തന്നെ നമുക്ക് സംഘടിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ S-400 പോലെയുള്ള പ്രതിരോധ സംവിധാനവും ആകാശ് പോലെയുള്ള പ്രതിരോധ സംവിധാനങ്ങളും ഉപയോഗിച്ചാണ് നമ്മൾ ഈ തുർക്കിയുടെ, പാകിസ്ഥാൻ്റെ, ചൈനയുടെയൊക്കെ ആയുധങ്ങളെ തകർത്തത്. അതിനെ അതിജീവിക്കാൻ കഴിയുന്ന, അല്ലെ അതിനപ്പുറത്തേക്ക് നീങ്ങാൻ കഴിയുന്ന ഏതാണ്ട് 80% ആക്യുറസി ഇപ്പോൾ തന്നെ ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് ലോകത്തെ പ്രതിരോധ രംഗത്തെ വിദഗ്ധരടക്കം സാക്ഷ്യപ്പെടുത്തിയതാണ് ഇപ്പോൾ ഈ കുശ എന്ന് പറയുന്ന നമ്മുടെ പുതിയ സംവിധാനം. ഇത് നമ്മൾ ഒരു എയറോസ്പേസ് എക്സിബിഷനിൽ ഇതിൻ്റെ ഒരു മോഡലൊക്കെ നമ്മൾ പ്രദർശിപ്പിച്ചിരുന്നു. അതിൽ നിന്നാണ് ഇതിൻ്റെ ഒരു കപ്പാസിറ്റി ആളുകൾ ഇപ്പം തിരിച്ചറിഞ്ഞത്. അതായത് ഇതിനെ എക്സ്റ്റെൻഡഡ് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം എന്നാണ് വിളിക്കുന്നത്. അതല്ലെങ്കിൽ നമ്മൾ ഇതിനെ പേരിട്ട് വിളിക്കുക പ്രിസിഷൻ ഗൈഡഡ് ലോങ് റേഞ്ച് മിസൈൽ എയർ ടു സർഫസ് എന്നുള്ള രീതിയിൽ. അപ്പം മിസൈൽ എന്ന് പറയുന്നത് എയർ ടു സർഫസ് മിസൈൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സർഫസ് ടു എയർ മിസൈൽ ആയിക്കോട്ടെ, ഇതൊക്കെ തന്നെ അത്യന്താധുനികമായ കപ്പാസിറ്റി ഉള്ള മിസൈലുകളാണ്. ഇവയൊക്കെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയും. ഇപ്പം നമ്മൾ തന്നെ നിർമ്മിച്ച ഡീഫോൺ ഡ്രോൺ ഡിഫൻസ് സിസ്റ്റം ഉണ്ട്. അതുപോലെ തന്നെ ആകാശ് എന്ന് പറയുന്ന പ്രതിരോധ സിസ്റ്റം ഉണ്ട്. ഇന്ത്യയും ഇസ്രയേലും കൂടെ ചേർന്ന് നിർമ്മിച്ച നമ്മുടെ ബാരാകേറ്റ് എന്ന് പറയുന്ന ഒരു പ്രതിരോധ സംവിധാനമുണ്ട്. റഷ്യ തന്നെ നിർമ്മിച്ച് നൽകിയ S-400, അതുപോലെ തന്നെ S-500 എന്ന അവരുടെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനം. ഇതിനോടൊക്കെ കിടപിടിക്കാൻ കഴിയുന്ന മറ്റ് തദ്ദേശീയമായി നിർമ്മിച്ച വ്യോമ പ്രതിരോധ സംവിധാനത്തേക്കാൾ മികച്ചതാണ് നമ്മുടെ കുശ. എന്ന് പറഞ്ഞാൽ നിലവിൽ ലോകത്തെ ഏറ്റവും മികച്ചതെന്നറിയപ്പെടുന്ന അയൺ ഡോമിനെയും S-500-നെയും മറികടക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നതോടുകൂടി ലോകത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ ഇപ്പോൾ കുശയിലേക്ക് തിരിയുകയാണ്. അപ്പം ഈ സർഫസ് ടു എയർ മിസൈൽ മറ്റ് രാജ്യങ്ങൾക്ക് കഴിയുന്നതിനേക്കാൾ ഒരുപാട് കപ്പാസിറ്റിയുള്ള, കഴിവുകളുള്ള ഒരു വ്യോമ പ്രതിരോധ സംവിധാനമാണെന്ന് നമ്മുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ ഔദ്യോഗികമായി പറയുകയാണ്. അപ്പം ഏതാണ്ട് 350 കിലോമീറ്റർ അപ്പുറം വരെയുള്ള ലക്ഷ്യങ്ങളെ തിരിച്ചറിയാൻ കഴിയും. എന്നിട്ട് അതിനെ ഫോളോ ചെയ്യാം, അതിനെ പ്രതിരോധിക്കാം, അറ്റാക്ക് ചെയ്യാം. അങ്ങനെ ഒന്നിലധികം ലക്ഷ്യങ്ങളോടെ നീങ്ങാൻ കഴിയുന്നു എന്നതാണ് ഈ പ്രതിരോധ സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. 2022 ഈ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള പ്രത്യേക മന്ത്രിസഭാ യോഗമാണ് ഇത്തരത്തിലുള്ള ഒരു വ്യോമ പ്രതിരോധ നിർമ്മാണത്തിൻ്റെ ഘട്ടത്തിലേക്ക് കടക്കാൻ നമുക്ക് അനുമതിയൊക്കെ നൽകിയത്. അങ്ങനെ 2023 സെപ്റ്റംബർ ആയപ്പോഴേക്കും 5 സ്ക്വാഡ്രണുകൾ കുശയുടെ വാങ്ങാനായിട്ട് നമ്മൾ തീരുമാനിച്ചു. ഇതിനായിട്ട് നമ്മൾ ഏതാണ്ട് 21,700 കോടി രൂപയുടെ ബഡ്ജറ്റാണ് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും തുക മുടക്കി നമ്മൾ വ്യോമ പ്രതിരോധ സംവിധാനം ഒരുക്കുന്നതോടെ പാകിസ്ഥാൻ്റെയും ചൈനയുടെയും ഭാഗത്തു നിന്നുള്ള പ്രാദേശികമായ ആക്രമണങ്ങൾ, വ്യോമതലത്തിലുള്ള ഭീഷണികൾ, ഇതിനെയെല്ലാം തന്നെ വ്യോമ മേഖലയിൽ വെച്ച് പ്രതിരോധിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ കൃത്യമായ മറുപടി നൽകാൻ കഴിയുന്ന ഒരു സംവിധാനമായിട്ട് മാറുകയാണ്.
2025 അതായത് ഈ വർഷം ഇതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് പരീക്ഷണം പൂർത്തിയാക്കും. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 80% ആക്യുറസി എന്നുള്ളത് 90% എത്തിക്കാനുള്ള പരീക്ഷണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ഒരു മിസൈൽ അല്ലെങ്കിൽ ഒരു റോക്കറ്റാണ് വിടുന്നതെങ്കിൽ ഏതാണ്ട് 90% ലക്ഷ്യം ഭേദിക്കും. അതായത് ഒറ്റ റോക്കറ്റുകൾ കൊണ്ട് ഒറ്റ മിസൈൽ കൊണ്ട് നമുക്ക് ആ ലക്ഷ്യത്തെ ഭേദിക്കാൻ സാധിക്കും. ഇനി 2 മിസൈലാണ് വിടുന്നതെങ്കിൽ നമുക്ക് 100% വിജയസാധ്യത ഉറപ്പിക്കാൻ കഴിയും. അതാണ് ഈ കുശയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. മാക്സിമം 250 കിലോമീറ്റർ ദൂരത്ത് നിന്ന് നമ്മുടെ വ്യോമ മേഖലയെ ലക്ഷ്യമാക്കി ഒരു മിസൈലോ ഡ്രോണോ ബാലിസ്റ്റിക് മിസൈലോ എന്തെങ്കിലും പുറപ്പെടാൻ തയ്യാറാകുമ്പോൾ തന്നെ കൃത്യമായ അലാം ഇവിടെ ലഭിക്കും. അതിനനുസരിച്ച് ആ ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ തയ്യാറാകും. അപ്പം S-500 എന്ന് പറയുന്ന റഷ്യയുടെ അത്യന്താധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഏതൊക്കെ മേഖലയിലാണ് മികവുള്ളത് അതേ മേഖലയിലെ മികവ് നമ്മുടെ ഈ പ്രൊജക്റ്റ് കുശയ്ക്കുമുണ്ടെന്നാണ് ഇപ്പോൾ പറയുന്നത്. അതായത് പ്രൊജക്റ്റ് കുശ യാഥാർത്ഥ്യമാകുന്നതോടെ ലോകത്തെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനമായിട്ട് ഇത് മാറും എന്ന് പറഞ്ഞാൽ 5ാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനങ്ങളെ 5ാം തലമുറയിൽപ്പെട്ട ഡ്രോണുകളെ ആളില്ലാ വിമാനങ്ങളെല്ലാം പൂർണ്ണമായും തകർത്തെറിയാൻ കഴിയും. ഇപ്പോൾ 350 കിലോമീറ്റർ ദൂരത്തിനപ്പുറത്ത് നിന്ന് നമ്മുടെ വ്യോമാതിർത്തി ലക്ഷ്യമിട്ട് ഒരു എയർക്രാഫ്റ്റ് പുറപ്പെട്ടാൽ തന്നെ അതിൻ്റെ ലക്ഷ്യം തിരിച്ചറിയാം, അതിൻ്റെ പാത തിരിച്ചറിയാൻ പറ്റും, അതിനെ ഫോളോ ചെയ്യാൻ പറ്റും, തുടർച്ചയായി നിരീക്ഷിക്കാൻ പറ്റും. ഒടുവിൽ അതിനെ തകർത്തെറിയുക എന്ന ലക്ഷ്യം പൂർത്തിയാക്കിയിട്ട് നമ്മുടെ ഈ കുശ അതിൻ്റെ ഉദ്യമത്തിൽ നിന്ന് പിന്മാറും. അപ്പോൾ എത്രത്തോളം ആക്യുറസിയോടെയാണ് നമ്മൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ എയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇൻ്റഗ്രേറ്റഡ് എയർ കമാൻഡ് സെൻട്രൽ സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റ് പ്രതിരോധ സംവിധാനങ്ങളുമായിട്ടും നമ്മുടെ ആക്രമണ സംവിധാനങ്ങളുമായിട്ടുമൊക്കെ യോജിച്ചു പോകാൻ കഴിയും. അപ്പം ഇന്ത്യൻ എയർഫോഴ്സിന് മാത്രമല്ല ഇന്ത്യൻ നേവിക്ക് വേണ്ടിയും ഈ പ്രോജക്റ്റ് കുശ അവസാനഘട്ട പണിയിലേക്ക് നീങ്ങുകയാണ്. നേവിയുടെ ഒരു പ്രൊജക്റ്റ് കുശ എന്ന് പറയുന്നത് ഏതാണ്ട് 250 കിലോമീറ്റർ ദൂരപരിധിയാണെങ്കിൽ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ അത് 350 കിലോമീറ്റർ ദൂരപരിധി വരെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 250 മില്ലിമീറ്റർ വ്യാസമുള്ള ഇതിൻ്റെ ഒതുക്കമുള്ള കിൽ വെഹിക്കിൾ, അതുപോലെ തന്നെ ഡ്യുവൽ പൾസ് സോളിഡ് റോക്കറ്റ് മോട്ടോർ, ത്രസ്റ്റ് വെക്റ്റർ നിയന്ത്രണം, ഇതൊക്കെയാണ് ഏറ്റവും വലിയ സവിശേഷത. അപ്പോൾ ഒരു മൾട്ടി ലെയർഡ് വ്യോമ പ്രതിരോധ സംവിധാനം നമ്മൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നതോടുകൂടി ചൈനയും പാകിസ്ഥാനും ഇപ്പോൾ അവരുടെ വ്യോമ മേഖല കൂടുതൽ ശക്തമാക്കാൻ ശ്രമിക്കുന്നു, മിസൈലുകൾ കൂടുതൽ നിർമ്മിക്കാൻ ശ്രമിക്കുന്നു, ആണവായുധ സംഭരണശേഷി കൂട്ടാൻ ശ്രമിക്കുന്നു. ഇവർക്കുള്ള കൃത്യമായ മറുപടിയാണ് നമ്മുടെ ഈ പ്രൊജക്റ്റ് കുശ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ പ്രൊജക്റ്റ് കുശയുടെ മറ്റൊരു ഇനി സാമ്പത്തിക നിലയും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പം S-500 എന്ന് പറയുന്ന റഷ്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം 5 യൂണിറ്റ് മേടിക്കുകയാണെങ്കിൽ എത്ര തുക വരുമോ അതിനേക്കാൾ വളരെ കുറഞ്ഞ നിരക്കിൽ നമുക്ക് 5 സ്ക്വാഡ്രണുകൾ ഈ കുശയുടേത് സ്വന്തമാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് 2023 സെപ്റ്റംബറിൽ നമ്മുടെ മന്ത്രിസഭ ഇത് വാങ്ങാനുള്ള അനുമതി നൽകിയത്. അപ്പോൾ ഇത് വിൽപ്പനയുടെ കാര്യത്തിലും നമുക്ക് വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടാകും. കാരണം ചൈനയും പാകിസ്ഥാനും ഒക്കെ വ്യോമ മേഖല ശക്തമാക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന പ്രൊജക്റ്റ് കുശയെ അവതരിപ്പിക്കുന്നു. ഇത് കാണുമ്പോൾ നൂതന സാങ്കേതിക വിദ്യയും മത്സരാധിഷ്ഠിത വിലയുമൊക്കെ നമുക്ക് പ്രഖ്യാപിക്കാൻ പറ്റും. അങ്ങനെ കൂടുതൽ രാജ്യങ്ങൾ നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങാനായിട്ട് രംഗത്ത് വരും. അപ്പോൾ ഇത്രയും കാലം റഷ്യയ്ക്കും അമേരിക്കയ്ക്കും മാത്രമേ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ കഴിയൂ. അതിൻ്റെ ഒരു അഹംഭാവം അവർക്കുണ്ടായിരുന്നു. അതിനെയെല്ലാം തകർത്തെറിയുന്ന രീതിയിലാണ് ഇപ്പോൾ ആകാശ് എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം നിർമ്മിച്ചു. അതിനപ്പുറം D4 ഡ്രോൺ ഡിഫൻസ് സിസ്റ്റം നിർമ്മിച്ചു. ഏറ്റവും അത്യന്താധുനികമായ നമ്മുടെ പ്രൊജക്റ്റ് കുശയുമായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അയൺ ഡോമിനേക്കാളിലും അല്ലെങ്കിൽ S-500 എന്ന് പറയുന്ന റഷ്യയുടെ അത്യന്താധുനിക വ്യോമ പ്രതിരോധ സംവിധാനത്തെക്കാളും മികച്ചതാണെന്ന് നമ്മുടെ DRDO ഔദ്യോഗികമായി വ്യക്തമാക്കി എന്നുള്ളതാണ്. ഇനി ഇന്ത്യൻ വ്യോമ മേഖല അല്ലെ ഇന്ത്യയുടെ ഈ ആകാശ പരിധി മുഴുവൻ കാത്തു സൂക്ഷിക്കാൻ ഇന്ത്യയുടെ പ്രതിരോധ കേന്ദ്രങ്ങളെ, ഇന്ത്യയുടെ സുരക്ഷാ കേന്ദ്രങ്ങളെ, ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ മേഖലകളെയൊക്കെ പൂർണ്ണമായും സംരക്ഷിക്കാൻ നമ്മൾ പ്രൊജക്റ്റ് ഈ പറയുന്ന കുശയുമായിട്ട് രംഗത്തിറങ്ങുകയാണ്. ഈ കുശ എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം ലോകത്തിന് മുന്നിൽ ഒരു അത്ഭുതമായി തല ഉയർത്തി നിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. 2028-29 കാലഘട്ടത്തിൽ ഏതാണ്ട് പൂർണ്ണമായിട്ടും കുശയുടെ ഒരു സംരക്ഷണത്തിലായിരിക്കും ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.